തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ടെന്നും പുതിയ ഡാം പണിയാനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തെ തടയുമെന്നുമുള്ള പ്രഖ്യാപനം കേരള ജനതയോടുള്ള വെല്ലുവിളിയെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് അറിയാൻ തീരദേശ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തമിഴ്നാട് സർക്കാർ ഈ പ്രഖ്യാപനം പിൻവലിക്കണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. പുതിയ ഡാം അനുവദിക്കില്ലെന്നും പുതിയ ഡാമിന് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ ശ്രമങ്ങളെ തടയുമെന്നുമുള്ള ഇന്നലെ തമിഴ്നാട് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിലെ അവരുടെ നയപ്രഖ്യാപനത്തിൽ കേരളത്തിനെതിരെ വലിയൊരു വെല്ലുവിളി നടത്തുന്ന സാഹചര്യത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിച്ചു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന ആപ്തവാക്യത്തിലൂന്നി പുതിയൊരു ഡാമാണ് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കാലങ്ങളായി കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം കമ്പം MLA പ്രസ്താവനയും നമ്മളിത് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ഡാം 400 വർഷം വരെ നിലനിൽക്കുമെന്നും പുതിയൊരു ഡാമിൻ്റെ ആവശ്യമില്ല എന്നും അത് 182 അടിയായി ഉയർത്തി മഴക്കാലത്ത് ഒഴുകുന്ന വെള്ളവും തമിഴ്നാടിന് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കുള്ള സംവിധാനങ്ങൾ അവർ സജ്ജമാക്കിയെന്നുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടു. മുല്ലപ്പെരിയാറിലെ പ്രശ്നം മഴക്കാലവും ഒപ്പം വേനൽക്കാലവും ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. മഴക്കാലത്ത് ഒരു പരിധിക്ക് അപ്പുറത്ത് വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വലിയ പ്രളയത്തിലേക്ക് നമ്മുടെ പെരിയാറിലെ നീരൊഴുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുന്നതെന്നുള്ള സാഹചര്യം തമിഴ്നാട് ബോധ്യപ്പെടാതെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും ഇത് തികച്ചും അപലനീയമാണ്. തീരത്തുള്ള ജനങ്ങളോട്, കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം, ബഡ്ജറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നയപ്രഖ്യാപനം ഉടനുണ്ട്. ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താ എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധിപ്പിക്കുവാനുള്ള ബാധ്യത പുതിയ ഗവൺമെന്റിനുണ്ട്. ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുവാനും കേരളത്തിനും തമിഴ്നാടിനും അനുകൂലമായ രീതിയിലുള്ള ഒരു സാഹചര്യം തുറന്നു കാണിക്കുവാൻ കോടതിയുടെ പരാമർശത്തിൽ, കോടതി നിരീക്ഷണത്തിലിരിക്കുന്ന വിഷയത്തെ വീണ്ടും പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വലിയ ഒരു ദുരന്തത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന സമീപനത്തിൽ നിന്ന് തമിഴ്നാട് പിന്മാറണമെന്നും കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ ഡാം എന്ന നിലപാടിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് പോകണമെന്നും അടിയന്തരമായി ഈ ഡാം പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ഈ 2022 വിധിയിൽ ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത വിധിയിൽ പ്രകാരം സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന ഉന്നത ടീമുകളെ, എക്സ്പേർട്ടുകളെ അടിയന്തരമായി വിന്യസിച്ചുകൊണ്ട് ഈ ഡാമിന്റെ പഠനം നടത്തി ഇത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ഗവൺമെന്റുകൾക്ക് സുതാര്യമായി മുന്നോട്ട് പോകുവാൻ കഴിയും. അതുകൊണ്ട് ഇച്ഛാശക്തി ഇല്ലാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി തീരത്തുള്ള ജനങ്ങളെ വീണ്ടും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മുല്ലപ്പെരിയാർ സമരസമിതി ഖേദപൂർവ്വം മുന്നോട്ട് വയ്ക്കും.